ഈ പോകുന്ന വഴിയിൽ മൃഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുമോ? നമ്മളിപ്പോൾ വരുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ കണ്ടു. ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മിക്കവാറും കാണാറുള്ളതാണ് ആനയും കാട്ടുപോത്ത് ഈ ഓഫ് റോഡിനകത്ത്. നമ്മൾ നിരവധി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആണല്ലേ? അതെ അതെ അതെ. ആന അങ്ങനെ വലിയ ശല്യം കാര്യങ്ങളും ഇല്ല. നമ്മൾ വരുന്ന വഴിയിൽ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ റിവേഴ്സ് എടുത്ത് പോകേണ്ടി വരും, ചിലപ്പം തിരിച്ചു പോകേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോൺ അന്ത്രപ്പർ എന്നാണ്. ഞാൻ യുണീക്ക് ഹോം അവേസ് എന്ന് പറയുന്ന സെക്കൻഡ് ഹോം എന്ന് വിളിക്കാവുന്ന പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിരിക്കുന്നത് മാങ്കുളത്തെ 6 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. 2015 മേടിച്ച് ഫാം ഹൗസസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഫാം ഹൗസ് മാങ്കുളം. ഇത് കൂടാതെ നമ്മളുടെ ആലപ്പുഴ ചേർത്തലയിലെ ഹെറിറ്റേജ് ഹോം അന്ത്രപ്പർ ഗാർഡൻസ്, പിന്നെ പെരിയാറിൻ്റെ തീരത്ത് ആലുവയിൽ റിവർസ്കേപ്സ് ഫാം ഹൗസ് ഉണ്ട്. ആൻഡ് വണ്ടർ വ്യൂ മൂന്നാർ എന്ന് പറഞ്ഞ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ 2 മൈൽ വ്യൂ പോയിൻ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട്. എല്ലാം ഫാമിലി റൺ പ്രോപ്പർട്ടീസാണ്. പിന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫാമിലീസ്, കപ്പിൾസ്, ഇഷ്ടംപോലെ ഹണിമൂൺ കപ്പിൾസ്. ഇതൊരു സൈലൻറ്റ് ഏരിയയിൽ വളരെ റിമോട്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രൈവറ്റ് റെസിഡൻസ് പോലെ നിങ്ങളുടെ ഹോം അവേ ഫ്രം ഹോം എന്ന് വിളിക്കാവുന്ന രീതിയിലാണ്. പേഴ്സണലൈസ് സർവീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സീസണാലിറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളതിനെ എല്ലാ കൊല്ലവും ഓരോരോ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. എല്ലാ മാസങ്ങളെ ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ടൈം എനിക്ക് തോന്നുക ജൂൺ തൊട്ട് ജാനുവരി വരെയാണ്. ബിക്കോസ് എല്ലാ വാട്ടർ ബോഡീസും ആക്റ്റീവാണ്. നമ്മുടെ പ്രൈവറ്റ് സ്ട്രീം, ഇപ്പോൾ ഞങ്ങളിരിക്കുന്ന പ്രൈവറ്റ് സ്ട്രീമിൻ്റെ അവിടെയാണ്. ഇപ്പോൾ സമ്മർ ടൈമിൽ എടുത്തേക്കുന്നതുകൊണ്ട് ഇവിടെ ആ വാട്ടർഫോൾ ആക്റ്റീവ് അല്ല. അപ്പോൾ ഇവിടുത്തെ വാട്ടർഫോൾ, അപ്പോൾ നിങ്ങൾക്കൊരു പ്രൈവറ്റ് വാട്ടർഫോൾ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ കിട്ടും. പിന്നെ പറയുകയാണെങ്കിൽ അടുത്തുള്ള പുഴകളും വാട്ടർഫോൾസ് എല്ലാം വളരെ ആക്റ്റീവാണ്. ഫുൾ ഗ്രീനറി ആയിരിക്കും. ഒരു മഴ എൻജോയ് ചെയ്തിരിക്കാവുന്ന ഒരു പീസ്ഫുൾ ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ മൺസൂൺ ടൂറിസം 6 മാസവും മഴ കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓൾമോസ്റ്റ് 4 to 5 months മൺസൂൺ ടൂറിസം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇവിടെ. മാങ്കുളത്ത് നമ്മളൊരു ഓൾ സീസൺ പ്രോപ്പർട്ടി ആയിട്ടാണ് കവർ ചെയ്യുന്നത്. കാര്യം നമുക്ക് നമ്മുടെ സ്റ്റേ പാക്കേജിനകത്ത് ഓൾ മീൽസ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ വന്നാൽ ഒരു റിമോട്ട് ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പേഴ്സണലൈസ് സർവീസ്, നമ്മുടെ ഹോംലി ഫുഡ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു ജീപ്പ് സഫാരി പാക്കേജ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ജീപ്പ് സഫാരിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാവുന്ന മെയിനായിട്ടുള്ള 5 സ്പോട്ടുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലാദ്യം പോകുന്നത് നമ്മളുടെ അടുത്തുനിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള 33 വാട്ടർഫോൾസ് എന്ന് പറയുന്നൊരു പോയിൻ്റാണ്. ഒരു ചെറിയ വാട്ടർഫോൾസ് ആണ്, പക്ഷേ ഒരു ഫോറസ്റ്റിനകത്തിരിക്കുന്ന പോലെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു വാട്ടർഫോളാണ്. വളരെ പ്രകൃതി ഭംഗിയുള്ള ഒരു വാട്ടർഫോളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 33 പ്ലോട്ടുകൾ ആ ഭാഗത്ത് കൊടുത്തുകൊണ്ടാണ് 33 വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. 33 വെള്ളച്ചാട്ടങ്ങളല്ല, ഒരു മെയിൻ വാട്ടർഫോളാണുള്ളത്. പക്ഷേ ഒരു ചെറിയ ലൈറ്റ് ട്രെക്കിംഗ് സ്പോട്ടും ഒക്കെയാണത്. പിന്നെ അവിടുന്ന് നമ്മൾ നിങ്ങളെ അടുത്ത സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ട്രൈബൽ വില്ലേജിനൊക്കെ വേണ്ടി ചെയ്തിരിക്കുന്ന ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അതൊരു ഫോട്ടോ പോയിൻ്റാണ്. റിവറിൻ്റെ മുകളിൽ കൂടെയുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, ഒരു കേബിൾ ബ്രിഡ്ജാണ്. അപ്പോൾ അതിൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിൽ കയറുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ സ്പോട്ടായിട്ട് വരുന്നു. അവിടെ ഒരു 10 രൂപ എൻട്രി ടിക്കറ്റ് ഉണ്ട്. അവിടുന്ന് അടുത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പെരുമ്പങ്കുത്ത് വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മിനി അതിരപ്പള്ളി വാട്ടർഫോൾ. അതിരപ്പള്ളി അറിയാവുന്നവരോട് പറഞ്ഞാൽ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ പോലെ ഇരിക്കും. അത്യാവശ്യം ഡീപ്പാണ്. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെയും 10 രൂപ എൻട്രി ഫീ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ആ ഫോട്ടോ പോയിൻറ്റും അത് വ്യൂ പോയിൻ്റ് എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു 1 hour നിങ്ങളെ കാടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതാണ് ഇതിൻ്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. അതായത് ട്രൈബൽ വില്ലേജസും കാടും താണ്ടി നിങ്ങൾ പല ഏരിയകൾ കവർ ചെയ്ത്, വളരെ എക്സ്ട്രീമായിട്ടുള്ള ഏരിയകളുണ്ട്, വളരെ ലൈറ്റ് ട്രെക്കായിട്ടുള്ള ഏരിയകളുണ്ട്. 4 വീൽ വണ്ടിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് സുധീഷ്, സ്ഥലം മാങ്കുളമാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ ഈ ടൂറിസം ഫീൽഡിലുണ്ട്. ഇങ്ങനെ ഓഫ് റോഡ് സവാരി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഈ ഓഫ് റോഡൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? ഓഫ് റോഡ് തുടങ്ങിയിട്ടൊരു 5-6 വർഷത്തിന് മേലെയായി. ആണല്ലേ? ഈ ഓഫ് റോഡ് എത്ര ദൂരം ഉണ്ടാവും? റോഡ് നമുക്ക് ഒരു 1.5 മണിക്കൂറാണ് വരുന്നത്. നമ്മൾ താഴെ റോഡിൽ നിന്നും മെയിൻ റോഡ് എത്താൻ വേണ്ടി 1.5 മണിക്കൂർ നമുക്ക് സമയമെടുക്കും. കാട്ടിക്കൂടെ തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ട്രൈബൽ കോളനി ഉണ്ട്. ആ ട്രൈബൽ കോളനി കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. സുധീഷ്, നമുക്ക് ഈ റൈഡിന് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതായിരിക്കും? നമുക്ക് എല്ലാ സീസണും നല്ല സമയം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ മൺസൂൺ മഴയുള്ള സമയത്താണ് കൂടുതലും നമുക്ക് ഓഫ് റോഡ് വരാൻ രസമുള്ളത്. അതായത് ഒരു ജൂൺ മുതൽ ഒരു ജനുവരി ഫെബ്രുവരി വരെ സൂപ്പറായിരിക്കും. പക്ഷേ അതിന് ശേഷം ഈ ടൈമിൽ ഇതൊരു വ്യത്യസ്ത ഒരു ടൈമാണ്. നമുക്കൊരു പ്രത്യേക രീതിയിൽ
ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ടൈമിംഗ് ഒക്കെ വരിക? ടൈമിങ് നമുക്ക് ഓഫ് റോഡ് കയറാൻ 5:30-ക്കുള്ളിൽ ഓഫ് റോഡ് കയറി ഇറങ്ങി പോകണമെന്നാണ് റൂള്. ആ ടൈമിലാണ് നമ്മൾ ഇറങ്ങിപ്പോയാൽ കുഴപ്പമില്ല. പക്ഷെ അതിന് ശേഷം ഉറപ്പായിട്ടും ആനയും കാട്ടുപോത്തും ഒക്കെ കാട്ടിലുണ്ടാകും. അതുകൊണ്ട് ഫോറസ്റ്റുകാർ അങ്ങനെ ഒരു റൂൾ വെച്ചിരിക്കുന്നതാണ്. നൈറ്റ് റൈഡ് ഇല്ല അല്ലേ? നൈറ്റ് റൈഡ് ഇല്ല. അതെല്ലാം പാലിച്ചാണ് ഇവിടെയുള്ള എല്ലാ ഓഫ് റോഡ് വണ്ടികളും ഓടുന്നത്. ഇപ്പോൾ അപ്കമിങ് ആയിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സിലൊന്ന് ഒരു ബാംബു റാഫ്റ്റിംഗ് ഉണ്ട്. നമ്മൾ ഈ പോകുന്ന ജീപ്പ് സഫാരിയുടെ റൂട്ടിലുണ്ട്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അഡീഷണലി എടുക്കണമെന്നുണ്ടെങ്കിൽ 800 പെർ റൈഡാണ് വരെ 8 പേർക്ക് വരെ പോവാം. അത് മിനിമം ചാർജാണ് 800 എന്ന് പറയുന്നത്. നിങ്ങൾ അതൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഇവിടെ സക്സസ്ഫുൾ ആവാനും അവരുടെ റവന്യൂ മോഡലൊക്കെ സക്സസ്ഫുൾ ആവാനും കുറേ ആക്ടിവിറ്റീസ് വരാനും സഹായിക്കും. ഫൈനൽ പോയിന്റ് നമ്മുടെ ആനക്കുളമാണ്. ആനക്കുളം മാങ്കുളത്തെ ഒരു വലിയൊരു ഹൈലൈറ്റ്. ഇപ്പോൾ ഒത്തിരി ആളുകൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും, ആനകൾ ഒരു ഈവനിങ് ഒരു ഹേർഡായിട്ട് ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വന്ന് ചിലപ്പോൾ നൈറ്റ് ഒരു 12:30 1 മണി വരെ ഉണ്ടാവും. പലപ്പോഴായിട്ട് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മുടെ സഫാരിയിൽ ഇതൊരു ഈവനിങ് സൈറ്റിംഗ് പോസിബിൾ ആണെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നൊരു ക്യാമ്പ് ഫയർ, ഡിന്നർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇൻ കേസ് സൈറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഫെയർ എടുത്തുകൊണ്ട് ഒരു 1000 റുപ്പീസിൻ്റെ അഡീഷണൽ ഫെയർ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്വിക്കായിട്ടൊന്ന് പോയിട്ട് വരാം. കുറച്ചും കൂടെ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1 hour പ്ലസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1500. അത് വേരിയബിളാണ്. ജീപ്പിൻ്റെ റേറ്റ്സ് ഒക്കെ വേരിയബിളാണ്. നൈറ്റ് പോകുന്നത് ഇപ്പോൾ ഓവർ ടൈം ചെയ്യുന്നതാണുള്ളത്. അപ്പോൾ അങ്ങനെ നൈറ്റ് സഫാരി വിത്ത് ആനക്കുളം ഞങ്ങൾ സെപ്പറേറ്റും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും നമ്മളുടെ പാക്കേജ് റേറ്റ് എത്രയാണ് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം നമ്മുടെ പാക്കേജ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എണ്ണം കുറയുമ്പോൾ റേറ്റ് കൂടുതലാണ്. അതായത് മിനിമം 3 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രൈസ് ചെയ്യുന്നത് ഒരു 1 bedroom കോട്ടേജിൽ. അതിൽ 3000 പെർ പേഴ്സൺ വെച്ചിട്ട് വരും. നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് റേറ്റ് കുറഞ്ഞു വരും. അതായത് ഒരു 6 above പോയി കഴിഞ്ഞാൽ 2750 ആൻഡ് ഒരു 9 ഒക്കെ ആകുമ്പോഴേക്കും ഒരു 10 ആകുമ്പോഴേക്കും ഒരു 2500. അതൊരു ഗ്രൂപ്പ് റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞങ്ങൾ ഈ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ഇതിൻ്റെ സഫാരിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൈസ് ചെയ്യാൻ പറ്റും. ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് സെല് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടുകാരെ പോലെ കരുതുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു പാക്കേജ് പ്രൈസാണ് ഈ പറഞ്ഞത്. ഞങ്ങളുടെ ഈ ഓവറോൾ പ്രൊജക്ട് മാനേജറിൽ ഒരാളെ ഇങ്ങോട്ട് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സുധീഷ് എന്നാണ് പേര്. സുധീഷ് മാങ്കുളംകാരനാണ്. ഞങ്ങളുടെ ഒരു NGOയും ഉണ്ട്, സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് അഗ്രോ നേച്ചർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ടൂറിസവും കൃഷിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു സൊസൈറ്റിയാണ്, അത് NGO ആണ്. അതുപോലെ സുധീഷാണ് നമ്മുടെ ഓവറോൾ സഫാരി ഓപ്പറേഷൻസിൻ്റെ കംപ്ലീറ്റ് ജനറൽ മാനേജ്മെൻറ്റ്. സുധീഷിന് ജീപ്പുണ്ട്. കൂടാതെ സുധീഷിൻ്റെ അസോസിയേറ്റ്സിൻ്റെ ജീപ്പ് എടുത്ത് സുധീഷ് അത് കംപ്ലീറ്റ്ലി ആ ഒരു സെഗ്മെൻറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അഡീഷണൽ റൂംസിൻ്റെ റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ സുധീഷിൻ്റെ സ്ഥലം നമ്മുടെ പ്ലോട്ടിനോട് വളരെ അടുത്ത് കിടക്കുന്നത്, അപ്പുറത്തും ഇപ്പുറത്തുമാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഒരു കോട്ടേജും കൂടി അല്ലെങ്കിൽ ഒരു ഫാം ഹൗസും കൂടെ പണിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 4 bedroom ഫാം ഹൗസ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ്, AC ഓപ്ഷൻസ് ഉണ്ട്. ഒരു 15 പേർക്ക് വരെ കിടക്കാവുന്ന ഒരു നല്ലൊരു പുതിയ കോട്ടേജ് നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണ് ടോട്ടൽ നമ്മൾ 4 ഫാം ഹൗസുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്തത്. അപ്പോൾ സുധീഷും ഞങ്ങളും ഒക്കെ ഒരുമിച്ചാണ് ഈ പ്രസ്ഥാനം റൺ ചെയ്യുന്നത്. ഞങ്ങൾ ഒത്തിരി ആളുകളെ, ലോക്കൽസിനെ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ടൂറിസം വികസിപ്പിക്കാനുള്ള ഇനിഷ്യേറ്റീവ്സും ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഫാം ഹൗസിൽ തന്നെയാണ്. ഞങ്ങൾ ഒരു ദിവസത്തെ പ്ലാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 2 ദിവസമായി ഞങ്ങളിവിടെ സ്റ്റേ ആകുന്നു. നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഇവരെ ജോൺ സാറ് ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആണ് തന്നത്. ഇവിടുത്തെ റൂമുകളും ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഇവിടെ സുധീഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി സൂപ്പറാണ്. നമുക്ക് എല്ലാ ഹെൽപ്പും പുള്ളി ഞങ്ങൾക്ക് കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ജൂൺ മാസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വരണമെന്നുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഫീല് സൂപ്പറായിരുന്നു ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചില്ല് ചെയ്യണം. അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ വരണമെന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വിസിറ്റിംഗ്. കൂടുതൽ റെഫറൻസുകൾ വരിക. തീർച്ചയായും സൂപ്പർ. താങ്ക് യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.